ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും കേട്ടോ. ഞാൻ എന്നാ ഒരു 2-3 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ വന്നു കേട്ടോ. ഈ പ്രാവശ്യം ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് വിളിച്ചിട്ട് എനിക്ക് അന്ന് രാത്രി ചെവിക്ക് പ്രശ്നമൊക്കെ ഉണ്ടായി. ഈ പ്രാവശ്യം എന്തായാലും അധികം ആൾക്കാരും വിളിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോൺ സൈലൻറ്റിലാക്കി ഇട്ടിരിക്കും. എന്നാലും ഒരു 5-8 പേരേ ഉള്ളൂ കേട്ടോ. എന്നാലും അവർ തന്നെ വാട്സപ്പിൽ വന്നു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. പിന്നെ ഇന്നലെ ഈ സമയം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം വൈകുന്നേരമാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞ് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു. അത് മക്കൾക്ക് അവർ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അത് മുറിച്ചു. പിന്നെന്താ പിന്നെ ഈ ഒത്തിരി സന്തോഷം. പിന്നെ എൻ്റെ ജോയി ആൻറ്റി എല്ലാ പ്രാവശ്യവും എനിക്കൊരു സോങ്ങൊക്കെ പാടിത്തരും. ഭയങ്കര ഇതാണ് കേട്ടോ ആൻറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്താ പറയേണ്ടതെന്നും എനിക്കങ്ങനെ എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ബന്ധമാണ് ആൻറ്റിയുമായിട്ട്. എനിക്കത് എങ്ങനെയാണ് വീഡിയോയിൽ കൂടെ ഒന്നും പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിനാണ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ആ ഒരു ഷോർട്ട് ഇട്ടിട്ട് ആൻറ്റി പറഞ്ഞതെല്ലാം നിങ്ങളെയും എല്ലാവരെയും കേൾപ്പിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറയുമല്ലോ, എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ആൻറ്റി കൊല്ലത്തെ. അപ്പം ആൻറ്റി എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്കൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആൻറ്റിയോടുള്ളത് അതെനിക്കേ അറിയത്തുള്ളൂ, എൻ്റെ ആൻറ്റിയോടുള്ള ഒരു സ്നേഹം. അപ്പം അതുപോലെ അതേ തട്ടിലാണ് എൻ്റെ ജോയി ആൻറ്റിയെ ഞാൻ നിർത്തുന്നത് കേട്ടോ. എപ്പോഴും പ്രാർത്ഥനയുടെ കാര്യമാണേലും എൻ്റെ ആൻറ്റി ഇപ്പം എല്ലാം എൻ്റെ തന്നെയാണ് കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ കൊല്ലത്തെ ആൻറ്റി പറയും, മക്കളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ അതുപോലെ തന്നെ ഈ ആൻറ്റിയും പറയും. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം. അവിടെ ആദ്യത്തെ ദിവസം ഈ ആൻറ്റി എനിക്ക്, അതായത് 1.5 വർഷമായി ഈ ആൻറ്റി എനിക്ക് എന്തോ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ഊട്ടിക്കൊണ്ട് എൻ്റെ മക്കളെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആൻറ്റി ഇടുന്ന പോലെ. അപ്പോൾ ഇതാരാന്നും ഒരു ബന്ധം നമുക്കില്ലല്ലോ, ജോയി ആൻറ്റി ആരാന്നും അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇതില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നോക്കിയടാ, ഞാൻ കുഞ്ഞാപ്പിക്കുട്ടനെ കാണിച്ചു, എൻ്റെ ആൻറ്റി എന്നെ മക്കളെന്ന് വിളിക്കുന്ന പോലെയും എൻ്റെ ആൻറ്റി എന്നോട് പറയുന്ന പോലെ നീ ഓരോ ആൻറ്റി എന്നും പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു സ്നേഹമാണ് കേട്ടോ. എനിക്ക് ഒന്നും പറയേണ്ടെന്ന് അറിയത്തില്ല. തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ ആൻറ്റിയെ ഒന്ന് കാണാൻ വരണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം ആറ്റുകാൽ പൊങ്കാലയുടെ ടൈമിൽ ആൻറ്റിയുടെ അടുത്ത് ഒന്ന് പോകണമെന്ന് കരുതിയിരുന്നു. പക്ഷെ തിരുവനന്തപുരത്തിന് വരാൻ പറ്റിയില്ല. അപ്പം എല്ലാവർക്കും എല്ലാ പ്രാർത്ഥിച്ചവർക്കും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോട്ടെ. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേര് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയേ ശുഭേ, മുടി കറക്കും. അതായത് നമ്മുടെ ഡൈ ഒന്നും തേക്കാതെ ഇപ്പം 1 മിനിറ്റ് തേക്കാനുള്ള ഷാമ്പു പോലത്തെ ഡൈ ഉണ്ട്, അല്ലാതെ നമ്മുടെ ബ്ലാക്ക് ഹെന്നായ, അങ്ങനെ ഒരുപാട് ഡൈകളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തേച്ചാൽ നമ്മുടെ സ്കാൽപ്പിന് ദോഷമാണ്, നമ്മുടെ മുടി ഫുള്ള് പോകും, നമ്മുടെ മുഖം കറുത്ത് വരും, നമ്മുടെ ഓയില്. ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കൂടെ എന്നും വീഡിയോയിൽ പറഞ്ഞു പോവുക കേട്ടോ. കാരണം ഓയിലിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ വാട്സപ്പിൽ വീണ്ടും വരുന്നുണ്ട്. ഇത് ഓരോരുത്തർ പറഞ്ഞതാ ശുഭേ, ഈ ഓയിൽ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ഇതെന്നാണെന്നൊക്കെ. പിന്നെ ഓയിൽ കൈ കിട്ടിക്കഴിയുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇന്നിപ്പം 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, ശുഭ ഓയിൽ കിട്ടി, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ എത്ര വീഡിയോയിൽ എന്നും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പോട്ടെ, ഞാൻ ഇനി അടുത്ത ഓയിലിൻ്റെ വീഡിയോ ഇടുമ്പോൾ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ പറയാൻ വന്നെന്താ, ഇത് ഡൈ തേച്ചിട്ട് മുഖം കറക്കുന്നവർക്ക്
നമ്മുടെ ഓയിൽ നല്ലതാണ് കേട്ടോ. ഡൈ തേച്ച് മുഖം മുഴുവൻ കറുത്ത് പോയിട്ട് ശുഭയുടെ ഓയിൽ തേച്ച് മാറിയെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത്. അപ്പോൾ ഡൈ എന്ന് പറയുന്നത് കെമിക്കലാണ്, 100% കെമിക്കലാണ്. ഇപ്പോൾ ഇത് ഓരോ ബ്ലാക്ക് ഹെന്ന, അതായത് ഹെന്നയാണ് അതിനകത്തെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ഇറങ്ങുന്നുണ്ട്, ഓരോ തരത്തിലും ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ മുടിയെ തേച്ച് മുടി ഭയങ്കരമായിട്ട് കറുപ്പിച്ച് അങ്ങോട്ട് കൊണ്ടു നടന്നാൽ പിന്നീട് അതിൻ്റെ ദൂഷ്യം, പിന്നീട് അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എളുപ്പത്തിന് വേണ്ടി എല്ലാവരും തലയിലോട്ട് ഡൈ വാരിത്തേക്കും. ഈ ഒരു ഇതിൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ മിനിഞ്ഞാന്ന് നന്നായിട്ട് തേച്ച് കേട്ടോ. പക്ഷേ എനിക്ക് ആദ്യം ഞാൻ ഓർത്തു ഇത് എങ്ങനെയാണ് പിടിക്കുമോ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു. പക്ഷേ എൻ്റെ കൂടെ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ക്ലാസ്സിന് നമ്മൾ പോകുന്ന ആ 2-3 പേരാ വിളിച്ച് പറഞ്ഞ കേട്ടോ, ശുഭ നല്ലൊരു ടിപ്പുണ്ട് നീ കൊടുക്കുന്നും പറഞ്ഞോണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു അതൊന്നും കേൾക്കത്തില്ല, ഒരു കാര്യവും നാച്ചുറലായിട്ട് പറയുന്ന ഒരു കാര്യവും അത്ര നമുക്ക് യൂസ്ഫുൾ ആകത്തില്ല അല്ലേ, ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. പിന്നെ സ്ഥിരം തേച്ചാൽ എന്നും അല്ലെ ഒന്നരാടൻ തേച്ചാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ കിട്ടും. എനിക്ക് എൻ്റെ നരയെന്ന് പറഞ്ഞാൽ അതേ സിന്ദൂരം തൊടുന്നിടത്തും എൻ്റെ ചെവിയുടെ ഇവിടെ 2 ഈ ഉണ്ടായി മുടിക്ക് വളർച്ച നമ്മുടെ ഈ ഇത്രയും ഭാഗത്തുനിന്ന് പെട്ടെന്ന് മുടി വളരുന്നത്, പിന്നെ നമ്മുടെ ഈ പുറകിൽ അങ്ങനെയാണ് നമ്മുടെ മുടി വളർച്ച. അപ്പോൾ ഈ ഒരു ഭാഗം വളരുന്ന മുടിയാണ് നമുക്ക് നരയായിട്ട് കൂടുതലും എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഇതാണ് ഞാനൊരു ആഴ്ചയിലൊന്ന് മസ്റ്റായിട്ടും തേക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ കറുപ്പങ്ങ് കുറയും. പിന്നെ സമയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ അതും വെച്ചുകൊണ്ടങ്ങ് നടക്കും, അല്ലാതെ എന്തായാലും ഡൈ വാരിപ്പൊത്തത്തില്ല ഞാൻ. അപ്പോൾ ഈ ഒരു കാര്യം 2-3 പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നതിൻ്റെ തലേ ദിവസം എനിക്കത് കഴിഞ്ഞ് പിന്നെ വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റും, നമ്മൾ വീഡിയോ ചെയ്തുമില്ല അത് കഴിഞ്ഞിട്ട്. അപ്പം ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്ത് കേട്ടോ, ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ഇത് തയ്യാറാക്കണം. അപ്പം എനിക്ക് സാധിച്ച കാര്യം, നമ്മൾ കുറേ ലേഡീസ് അല്ലേ ഇതിനകത്തുള്ളത്, അപ്പം എല്ലാവർക്കും ഇതൊരു ഉപകാരമാകട്ടെ. കെമിക്കലും ഇല്ല, അപ്പം പിന്നെ നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതും കൂടെ, അപ്പം പിന്നെ പൈസ കൊടുത്ത് ഒരു തേക്കേണ്ട, പിന്നെ തേച്ചാലൊട്ട് നമുക്ക് ദോഷവുമില്ല, അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം 2 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക, ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് 2 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് 2 നമ്മുടെ വീട്ടിലുണ്ടല്ലോ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 3 സ്പൂൺ തൈര് ഒഴിക്കുക. തൈര് ചില ദിവസങ്ങളിലൊന്നും കണ്ടില്ലെങ്കിലും തൈര് മേടിക്കണം ഇതിനായിട്ട് കേട്ടോ. അപ്പം ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ ഇപ്പം നമ്മളിപ്പം 2 സ്പൂൺ കാപ്പിപ്പൊടി, 2 സ്പൂൺ വെളിച്ചെണ്ണയും 3 സ്പൂൺ തൈരും ഒക്കെ ഒരു ചീനിച്ചട്ടിക്ക് അതോട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ മൂട്ടിൽ ഒരു കുറച്ചല്ലേ കാണത്തുള്ളൂ. എങ്കിലും ഇതിങ്ങനെ തേക്കുമ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടെ നമ്മുടെ ഈ ഒരു പായ്ക്കിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം നമുക്കൊരു കുറച്ച് കട്ടി തോന്നുക, നമ്മുടെ മുടിയെ തേക്കുന്ന കൺസിസ്റ്റൻസി വന്നില്ല എങ്കിൽ 1 സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നരയുള്ളിടത്ത്, അതായത് ഇങ്ങനെയുള്ള പോർഷനിലൊക്കെ നന്നായിട്ട്, അതായത് ഫുള്ള് മുടിയിലോട്ടും ഒന്നും എനിക്കങ്ങനെ നരയില്ല, പക്ഷെ മുടി ഫുള്ള് നരയുള്ളവർക്കൊട്ട് പിടിക്കുമോയെന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മാറി കേട്ടോ. അത് തന്നെ ആ ചീനിച്ചട്ടിക്കകത്ത് കുറച്ചിരുന്നത് അതിൻ്റെ പിറ്റേ ദിവസവും ഞാനിങ്ങനെ തേച്ചു. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്ക് തേച്ച് കൊടുക്കുന്നത് കൊണ്ട് തൈരല്ലേ നമ്മുടെ സ്കാൽപ്പിന് നല്ല ഒരു താരം പോകാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും. കാപ്പിപ്പൊടിയും അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പിൽ. കാപ്പിപ്പൊടി ഇതായെന്നോർത്തുകൊണ്ട് ഒരു ദോഷവും ഇല്ല. പിന്നെ വെളിച്ചെണ്ണയല്ലേ, വെളിച്ചെണ്ണ പിന്നെ നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണയുടെ ഗുണം. അപ്പോൾ ഇത് 3ഉം ഒരു ദോഷവും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അടുപ്പിച്ച് ഒരു 5 ദിവസം അങ്ങ് തേച്ച് കൊടുക്കുക. ആ ഇരുമ്പ് ചീനിച്ചിട്ടിട്ട് സത്തും ഇരുമ്പിൻ്റെ ആ ഒരിതും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ്, വേറെ ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ 5 ദിവസം അടുപ്പിച്ച് തേച്ച് കൊടുക്കുക. ഞാൻ 2 ദിവസം തേച്ചുള്ളൂ, ഇന്ന് തേച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ ശകലം ഓയിലിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ചെമ്പരത്തി താളിയിട്ടൊന്ന് കഴുകിക്കളഞ്ഞു. അപ്പം ഓരോ ദിവസവും നമുക്ക്
എന്തായാലും കെമിക്കൽ അങ്ങോട്ട് മുടിയിലോട്ട് തേച്ച് കൊടുക്കുന്ന അത്രയും ദോഷമൊന്നും ഇല്ലല്ലോ. അപ്പം ഈ ഒരു കാര്യം നന്നായിട്ട് തേച്ചിട്ട് 1 മണിക്കൂർ വെച്ചേക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചിട്ട് വെറുതെ നല്ലപോലെ ഞാൻ നല്ല നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി കളയുമായിരുന്നു. ഞാൻ മൈൽഡ് ഷാമ്പു ഒന്നും ഇട്ടില്ല. അവരൊക്കെ ചെറിയ ഷാമ്പു ഒക്കെ ഇട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഷാമ്പു ഒന്നും ഇട്ടില്ല. എനിക്കൊരു പേടി, കാപ്പിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് 1 മണിക്കൂർ വെക്കുകയും ചെയ്തു. ഒട്ടും പിടിക്കാതെ വന്നാലെന്ന് ഓർത്ത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കഴുകി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു മാറ്റമാണ് എനിക്ക് തോന്നി, നല്ലൊരു കറുപ്പ് തോന്നി മുടിക്ക്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എൻ്റെ പാവം എല്ലാവർക്കും ഞാനിത് നിങ്ങൾ പറഞ്ഞു തരുക കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. വാട്സപ്പിൽ വന്ന് പറയണ്ട, ഇതിനകത്ത് തന്നെ പറഞ്ഞാൽ മതി. അപ്പം എല്ലാവർക്കും ഇത് തേച്ച് നോക്കുക. നമ്മൾ ഡൈയിൽ നിന്നൊന്ന് മാറുക. ഡൈ തേച്ച് ഒരുപാട് നാളായിട്ട് ഡൈ തേക്കുന്നവർക്ക് ഇത് പിടിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഡൈ തേക്കാത്ത ആൾക്കാർ, ഡൈ തേക്കുന്നവരാണെങ്കിലും ഒരു ഇത്രയും ഭാഗമെങ്കിലും ഇയർ ടു ഇയർ നമ്മൾ ഈ ഒരു സാധനം ഒന്ന് തേച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മുടിയെ വരുന്ന മാറ്റം അറിയാം. എനിക്ക് സിന്ദൂരത്തിൻ്റെ ഇവിടെ തൊടുന്നിടത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കൂടുതൽ ഇങ്ങനെ തേച്ചിട്ട് ഫുള്ള് ചെവിയുടെ ഇവിടവും ഈ ഒരു ഭാഗവും ഒക്കെ നന്നായിട്ട് തേച്ച് വെച്ച് കേട്ടോ. അപ്പോൾ നല്ല മാറ്റം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 2 ദിവസം തേച്ച് കേട്ടോ. ഒരു 5 ദിവസം അടുപ്പിച്ച് തേക്കണം. ഞാൻ ഇന്ന് തേച്ചില്ല. ഇന്ന് എനിക്ക് നല്ല കറുപ്പ് തോന്നി മുടിക്ക്, അതുകൊണ്ട് ഞാൻ ഇന്ന് തേച്ചില്ല. പിന്നെ ഇനിയിപ്പം ഒരു നാളെയോ നാളെ കഴിഞ്ഞോ, അതായത് നമുക്ക് ഇടയ്ക്കൊന്ന് എണ്ണ തേച്ച് മസാജൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. എനിക്ക് ഒത്തിരി ഇങ്ങനെ എണ്ണ തേക്കായിരുന്ന എന്തോ ഒരു ചൂട് പോലൊക്കെ വരും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് എനിക്ക് മസാജ് ചെയ്യണം. എന്നിട്ട് എല്ലാവരും ഓർക്കും മുടിയിൽ ഇത്ര എണ്ണ വരത്തേക്ക്. ഒത്തിരി എണ്ണയല്ല വരത്തേക്കുന്നത്. എനിക്ക് എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണമയുള്ള മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ആദ്യത്തെ ദിവസം തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇന്ന് തന്നെ ചെയ്ത് നോക്കണം എല്ലാവർക്കും എങ്ങനെയുണ്ട്, പിടിച്ചോ എന്നുള്ള വിവരം ഒന്ന് പറയണം കേട്ടോ. അല്ലാതെ നമ്മൾ നീലയമരി, ഹെന്ന, നീലയമരി, നെല്ലിക്ക ഇതൊക്കെ തേച്ചാൽ കുറച്ചൊരു മാറ്റം കാണും എന്നല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ. പിന്നെ കരിഞ്ജീരകം ഇട്ടിട്ടുള്ള ഞാൻ പറഞ്ഞു തന്നത് അത് നല്ലതാണ് കേട്ടോ. അത് കുറച്ച് നാളത്തേനും നിൽക്കും. ഇതുപോലെ എല്ലാ ദിവസവും ഒന്നും തേക്കേണ്ടി വരുമല്ല. എന്നാലും ഇതും എല്ലാ ദിവസവും ഒന്നും തേക്കേണ്ട. ഒരു 5 ഡൈ തേച്ച മുടിയാണെങ്കിലും ഒരു 5 ദിവസം തേച്ച് അതിനെ ഒന്ന് പരുവത്തിൽ കൊണ്ടുപോകാം. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം തേക്കാതെ പിന്നെ കുറച്ച് ദിവസം ഒന്നരാടനോ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് തേച്ച് കൊടുത്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ശകലം നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ടാലോ എന്ന് എനിക്കൊരു പ്ലാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊരു നെല്ലിക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നെല്ലിക്കാപ്പൊടി എന്ന് പറയുമ്പോഴത്തേനും മുടിക്ക് അയൺ കണ്ടൻറ്റും ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലതല്ലേ. അപ്പം കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് തേച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൈയിൽ നിന്നൊന്ന് മാറിയാൽ നമുക്ക് എന്തൊരു ഡൈ തേക്കാതെ നമ്മുടെ മുടിയെ കറുപ്പിച്ച് പിന്നെ ഒരുപാട് കറുത്തിരിക്കുന്നതും എനിക്കിഷ്ടമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഹെന്ന ചെയ്ത് കൊടുക്കും കേട്ടോ. ഹെന്ന ഇല്ലേ, നമ്മുടെ ഹെന്നായും നീലയമരിയും കൂടെ ഒന്ന് വെറുതെ, അത് മുടിക്കും നല്ലതാണ്, തലയ്ക്കും നല്ലതാണ്, എല്ലാത്തിനും നല്ല ഒരു തണുപ്പൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് പറയണം കേട്ടോ. ആദ്യത്തെ ഒരു ദിവസം തന്നെ ഒരു 80% നമുക്ക് പൂർണ്ണത തോന്നും, ഒരു സംതൃപ്തി തോന്നും നമുക്ക്. അപ്പം പിന്നെ ഞാൻ പിറ്റേ ദിവസവും ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് മാറ്റം വന്നു കേട്ടോ. അത് ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് മാറ്റം വന്ന പോലെ തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ കെമിക്കൽ അടങ്ങിയ ഡൈകൾ തേച്ച് നമ്മുടെ മുഖത്തെയും സ്കാൽപ്പിനെയും ഒന്നും കളയാതെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ, കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും തൈരും, അത് നല്ലൊരു സാധനം. നമ്മുടെ തൈര് മുഖത്തിട്ടാലുള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം പിന്നെ സ്കാൽപ്പത്തേക്കൊന്നും കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോട്ടെ, ബൈ.